അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ഇസ്മിൻ്റെ ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അടയാളങ്ങൾ. അതുപോലെ തന്നെ ഫേലിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഹർഫാണുള്ളത്. ഹർഫിൻ്റെ അടയാളങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹർഫ് എന്നത് സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത എന്നാൽ മറ്റൊരു വാക്കുമായി ചേർന്നാൽ അർത്ഥം നൽകുന്ന പദമാണ്. സ്വന്തമായിട്ട് അതിന് അർത്ഥമില്ല. അത് ഒന്നുകിൽ ഇസ്മിനോട് ചേരണം അല്ലെങ്കിൽ ഫേലിനോട് ചേരണം. അപ്പോഴാണ് അതിനെന്തുണ്ടാവുള്ളൂ, ഹർഫിന് അർത്ഥം കിട്ടുള്ളൂ എന്നർത്ഥം. ഹർഫിൻ്റെ പ്രധാന അടയാളങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഒന്ന്, ഹർഫിന് സ്വന്തം അർത്ഥമില്ല. ഹർഫിന് സ്വന്തമായിട്ടൊരർത്ഥമില്ല. മറ്റൊരു വാക്കിനോട് ചേർന്നാൽ മാത്രമേ അർത്ഥം പൂർണ്ണമാകൂ. വേറൊരു വാക്ക് വേണം, എന്നാലേ അർത്ഥം പൂർത്തിയാകും. ഉദാഹരണമായിട്ട് ഫീ, അതൊരു ഹർഫാണല്ലോ. ഇൽ എന്നാണ് അതിനർത്ഥം. പൂർണ്ണമായൊരർത്ഥമില്ല, ഇൽ എന്ന ഒരർത്ഥം. വേറൊരു വാക്കിനോട് ചേരുമ്പോൾ അത് ശരിയാവുള്ളൂ. ഉദാഹരണമായിട്ട് ഫീ മദ്രസത്തി എന്ന് പറയുമ്പോൾ എന്താണ്, മദ്രസയിൽ. ഇൽ എന്നുള്ള അർത്ഥം അവിടെ കിട്ടി. മിൻ, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡിങ് അല്ല, നിന്ന് എന്നുള്ളൊരു വാക്ക്. അതിന് പൂർണ്ണമായ അർത്ഥമില്ല. എന്നാൽ മിൻ നുതുഫത്തി എന്ന് പറഞ്ഞാലോ, ബീജത്തിൽ നിന്ന്. അപ്പോൾ എന്തായി, ക്ലിയറായി എന്നർത്ഥം. ഇല, ഇല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല എന്ന് പറഞ്ഞാൽ വരെ, അല്ലെങ്കിൽ ഇലൽ മദ്രസത്തി, മദ്രസയിൽ ലേക്ക്, ലേക്ക് എന്നുള്ളൊരർത്ഥം. ഹർഫ് രണ്ടാമത്തെ പറയാണ്, ഒരു കാലത്തെയും, കാലങ്ങൾ എത്ര ഉണ്ട്? മൂന്നെണ്ണം ഉണ്ടല്ലോ. ഭൂതം, വർത്തമാനം, ഭാവി. ഇവയെ സൂചിപ്പിക്കില്ല. എന്നാൽ ഫിഅല് മൂന്നിനും സൂചിപ്പിക്കും. ഹർഫിന് എന്തില്ല, കാലമില്ല. കാരണം പറയാൻ കഴിയില്ലല്ലോ. കാരണം ഫി, മിൻ, അതുപോലെ തന്നെ ഇല, അല എന്നൊക്കെ പറയുമ്പോൾ ഹർഫാണ്. അതിന് എന്തില്ല, കാലവുമായി യാതൊരു ബന്ധവുമില്ല. മൂന്ന്, ഹർഫ് ഇസ്മിൻ്റെയോ ഫെയിലിൻ്റെയോ അടയാളങ്ങൾ സ്വീകരിക്കില്ല. ഹർഫ് ഇസ്മിൻ്റെ അടയാളം സ്വീകരിക്കില്ല, അല്ലെങ്കിലോ ഫെയിലിൻ്റെ അടയാളങ്ങളും സ്വീകരിക്കില്ല. അല്ല്, അതെന്തിൻ്റെ അടയാളം നമുക്ക് പഠിച്ചു കഴിഞ്ഞാണ്? ഇസ്മിൻ്റെ അടയാളം, അൽഹംദു. അപ്പോൾ അല്ല് ഇവിടെ സ്വീകരിക്കില്ല എന്നർത്ഥം. അതൊരു ഹർഫായിട്ട് പരിഗണിക്കില്ല എന്നർത്ഥം. തെൻവീന്, അല്ലേ, കിതാബുൻ എന്ന് പറഞ്ഞ തെൻവീന്, ആ തെൻവീന് ഇസ്മിലാണ് വരുന്നത്, ഇസ്മിൻ്റെ ലാസ്റ്റിൽ, ഹർഫിൽ വരൂല എന്നർത്ഥം. നിദ, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞോടത്ത് നിദ വിളിയാണ്. അപ്പോൾ അങ്ങനെ വിളിക്കാനും പറ്റൂല എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ താഴിൽ ഫായിൽ താല അവസാനിപ്പിക്കുന്നുണ്ടല്ലോ, അതും വരൂല. ഹർഫ് സാധാരണ മറ്റൊരു വാക്കിൻ്റെ മുമ്പിൽ വരികയും അതിൻ്റെ അർത്ഥത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും. അപ്പോൾ ഹർഫ് ഇവിടെ വരിക, ഹർഫ് മറ്റൊരു വാക്കിൻ്റെ മുമ്പിലാണ് വരിക. അപ്പോൾ പിന്നിലല്ല, മുമ്പിലാണ് ഹർഫ് വരിക. ഉദാഹരണമായിട്ട് വീട്ടിൽ എന്ന് നിങ്ങൾക്ക് പറയണമെന്ന് വിചാരിക്കുക, ഫിൽ ബൈത്ത്. ബൈത്ത് എന്ന് മാത്രം പറഞ്ഞാൽ വീടാണ്, അതിൻ്റെ മുമ്പിൽ ഒരു ഹർഫ് വെച്ച് ഇൽ എന്നുള്ള. അപ്പോൾ എന്താണ്, ഫിൽ ബൈത്ത് എന്നാണ് എന്താണ്, വീട്ടിൽ. വീട്ടിൽ ഇൽ എന്ന് കിട്ടി. മിനൽ മസ്ജിദ്, മിന എന്ന് പറഞ്ഞാൽ മിൻ, ഇൽ നിന്ന് എന്നാണ്. മറ്റേ വീട്ടിൽ ഇൽ എന്നാണ്, ഇത് ഇൽ നിന്ന് എന്നാണ്, ഫ്രം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്. ഇലൽ മദ്രസത്തി എന്ന് പറഞ്ഞാലോ, ഇലൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക്. അപ്പോൾ ഇല എന്നുള്ള അവിടെ എന്താണ്, ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഹർഫ് വരുന്നത് എവിടെയാണ്? ഹർഫ് വരുന്നത് ഒരു വാക്കിൻ്റെ മുമ്പിലാണ്. ഹർഫിനെ മുമ്പിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇനി സാധാരണ ഹർഫിന് ഉദാഹരണങ്ങൾ ഇതാ ഞാൻ പറയുന്നത്, അതൊക്കെ അർത്ഥത്തോടു കൂടി പഠിക്കും. വേറൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണേ. എഴുതി വെച്ചിട്ട് പഠിച്ചെങ്കിലേ ഗ്രാമർ തലയിൽ കയറുള്ളൂ. അത് ആദ്യം പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് ഫീ, ഫീ എന്ന് പറഞ്ഞാൽ ഹർഫാണ്. അർത്ഥം എന്താണ്? ഇൽ. ഇൽ എന്ന് കിട്ടണമെങ്കിൽ ഈ ഫീ ഉപയോഗിക്കണം. ഫിൽ ബൈത്ത്, വീട്ടിൽ. മിൻ എന്ന് പറഞ്ഞാലോ, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ പറയും? മിനൽ ബൈത്തി.
അൽ ബൈത്ത് ഉണ്ടല്ലോ അവിടെ മിന്നും വെച്ചാൽ മിനൽ ബൈത്തിൽ നിന്നായി. ഇനി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് വരെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇലൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്രസയിലേക്ക്. അല എന്ന് പറഞ്ഞാലോ? അല എന്ന് പറഞ്ഞാൽ ഹർഫാണ്, സ്വന്തം മേൽ എന്നാണ് അർത്ഥം. മേൽ. അല എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽ. ഉദാഹരണം അലൽ കുർസിയി, കസേരയുടെ മേൽ. അലൽ കുർസിയി, മേൽ. എന്ന് പറഞ്ഞാൽ ഈ സംബന്ധിച്ച് അഥവാ നിന്ന് എന്നാണ് അർത്ഥം. അമ്മസ് യതസാലു എന്നുള്ളതിൽ അൻ മാ എന്നാണ്. സംബന്ധിച്ച്, എന്തിനെ സംബന്ധിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അമ്മ യതസാലു, അൻ. പിന്നെ അമ്മയിലെങ്ങനെ വന്നത്? അൻ പ്ലസ് മ, അമ്മ. അപ്പോൾ അവിടെ സംബന്ധിച്ചെന്നുള്ള അർത്ഥത്തിലാണ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ടെന്നും പറയും, വഴിയെന്നും പറയും. ബി ബിസ്മില്ല, ഇസ്മ കൊണ്ട്. ബി ഇസ്മി, ബിസ്മില്ല, ഇസ്മ കൊണ്ട്. ബിസ്മില്ല, ബി ഇസ്മ. അപ്പം എന്തായി? ഇസ്മ കൊണ്ട്. ഇനി ലീ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീ മാത്രം, വേണ്ടി, ഫോർ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ക പോലെ, വാ കൂടാതെ, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ, അത്തുഫിൻ്റെ വാവും. പിന്നെ ഫ അതിനാൽ, അപ്പോൾ. പിന്നെ സുമ്മ പിന്നീട്. ഇതൊക്കെ തന്നെ എന്താണ്? ഹർഫുകൾക്ക് ഉദാഹരണങ്ങളാണെന്ന് അർത്ഥം. ഓർമ്മിക്കാൻ എന്താ നമുക്ക്? കേട്ടോളി, അതിൻ്റെ ഇതുവരെ പഠിച്ചതിൻ്റെ മയന. സ്വന്തം അർത്ഥമില്ല, മറ്റൊരു വാക്കുമായി ചേർന്നാൽ മാത്രമേ അർത്ഥം നൽകൂ. മറ്റൊരു വാക്കുമായി ചേർന്ന് അപ്പോഴേ ഹർഫിന് അർത്ഥം വരുള്ളൂ. ഇതാണ് ഹർഫ് എന്ന പദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.